നമസ്കാരം. അമേരിക്ക രണ്ടും കൽപ്പിച്ച മട്ടാണ്. ഏറ്റവും അപകടകരമായ നീക്കമാണ് ഇസ്രായേൽ ഇറാൻ യുദ്ധ സാഹചര്യത്തിൽ ഇപ്പോൾ അവർ നടത്തിയിരിക്കുന്നതും. യുദ്ധം 6 ദിവസം പൂർത്തിയാകവേ ലോകശ്രദ്ധ മുഴുവൻ കാലിഫോർണിയയിലെ വാൻഡൻബർഗ് സ്പേസ് ഫോഴ്സ് ബേസിലേക്കാണ്. ഇപ്പോൾ അമേരിക്ക തങ്ങളുടെ ഏറ്റവും മാരകമായ ICBM അഥവാ ഭൂഖണ്ഡാന്തര ബലിസ്റ്റിക് മിസൈലായ മിനിറ്റ്മാൻ 3 വിജയകരമായി പരീക്ഷിച്ചതോടെ ആശങ്കയും ഏറുകയാണ്. ചൊവ്വാഴ്ച രാത്രിയാണ് മിസൈൽ വിക്ഷേപിച്ചത്. US-ന്റെ ഡൂംസ്ഡേ മിസൈൽ എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ലോകാവസാനം എന്നാണ് ഡൂംസ്ഡേ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ പരീക്ഷണം വിജയകരമായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ഡൂംസ്ഡേ മിസൈൽ എന്ന് വിളിക്കപ്പെടുന്ന ഈ ആയുധത്തിന്റെ പരീക്ഷണം കേവലം ഒരു സാങ്കേതിക പരിശോധന എന്നതിലുപരി നിലവിലെ ആഗോള രാഷ്ട്രീയ സാഹചര്യത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കാരണമാകുന്നുണ്ട്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാനിലെ ഹിരോഷിമയിൽ US പ്രയോഗിച്ച ആറ്റം ബോംബിനേക്കാൾ 20 മടങ്ങ് പ്രഹരശേഷിയുള്ള ആണവ പോർമുനകൾ വഹിക്കാൻ ശേഷിയുള്ളതാണ് ഈ മിസൈൽ. ഏകദേശം 10,000 കിലോമീറ്ററോളം ദൂരപരിധിയുള്ള ഇതിന് മണിക്കൂറിൽ 24,000 കിലോമീറ്റർ വേഗതയിലാണ് സഞ്ചരിക്കാൻ കഴിയുക. അതായത് വിക്ഷേപിച്ച് മിനിറ്റുകൾക്കുള്ളിൽ ലോകത്തിന്റെ ഏത് കോണിലുമുള്ള ലക്ഷ്യസ്ഥാനങ്ങളിൽ മിനിറ്റ്മാൻ 3 എത്തിപ്പെടും. US എയർഫോഴ്സ് ഗ്ലോബൽ സ്ട്രൈക്ക് കമാൻഡ് നടത്തിയ ഈ പരീക്ഷണത്തിൽ മിസൈൽ ആയിരക്കണക്കിന് മൈലുകൾ സഞ്ചരിച്ച് പസഫിക് സമുദ്രത്തിലെ മാർഷൽ ദ്വീപുകൾക്ക് സമീപമുള്ള ലക്ഷ്യസ്ഥാനത്ത് കൃത്യമായി പതിച്ചു. GT-255 എന്ന് പേരിട്ടിരിക്കുന്ന ഈ വിക്ഷേപണം രാജ്യത്തിന്റെ ആണവ പ്രതിരോധ വ്യൂഹത്തിന്റെ കാര്യക്ഷമതയും സന്നദ്ധതയും ഉറപ്പുവരുത്തുന്നതിനായുള്ള പതിവ് വിലയിരുത്തൽ പരിപാടിയുടെ ഭാഗമാണെന്നാണ് US സ്പേസ് ഫോഴ്സ് അറിയിച്ചിരിക്കുന്നത്. ഒരു മിസൈൽ ഉപയോഗിച്ചു തന്നെ ഒരേ സമയം പല ലക്ഷ്യസ്ഥാനങ്ങളെ തകർക്കാൻ ഇതുവഴി സാധിക്കും. 1980-കളിൽ ബോയിങ് കമ്പനിയാണ് ഈ ആയുധം വികസിപ്പിച്ചെടുത്തത്. ഭൂമിക്കടിയിലെ സിലോ എന്നറിയപ്പെടുന്ന ബങ്കറുകളിൽ അതീവ സുരക്ഷിതമായാണ് ഇവ സൂക്ഷിച്ചിരിക്കുന്നത്. ഭൂമിക്കടിയിലുള്ള കൺട്രോൾ സെന്ററിൽ നിന്ന് 2 ഉദ്യോഗസ്ഥർ ഒരേ സമയം പ്രത്യേകകരമായി രൂപകൽപ്പന ചെയ്ത ഒരു കീ തിരിച്ചാൽ മാത്രമേ ഇത് വിക്ഷേപിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരാൾക്ക് മാത്രമായി ഇത് പ്രവർത്തിപ്പിക്കാൻ സാധിക്കുകയുമില്ല. നിലവിൽ മൊണ്ടാന, വ്യോമിംഗ്, നോർത്ത് ഡക്കോട്ട എന്നിവിടങ്ങളിലായി ഏകദേശം 400 മിസൈലുകൾ അമേരിക്ക ഏത് നിമിഷവും വിക്ഷേപിക്കാൻ സജ്ജമായി നിർത്തിയിരിക്കുകയാണ്. മിസൈലിനേക്കാൾ ഉപരിയായി ഇതിന്റെ വിക്ഷേപണ രീതിയാണ് ഡൂംസ്ഡേ എന്ന പേരിന് കാരണം. US നേവിയുടെ E-6B എന്ന വിമാനത്തിൽ നിന്നാണ് ഈ പരീക്ഷണ വിക്ഷേപണം നിയന്ത്രിച്ചിരിക്കുന്നത്. ഈ വിമാനത്തെയാണ് ഡൂംസ്ഡേ പ്ലെയിൻ എന്ന് വിളിക്കുന്നത്. ഒരു ആണവ യുദ്ധം ഉണ്ടാവുകയും ഭൂമിക്കടിയിലെ ആശയവിനിമയ സംവിധാനങ്ങൾ തകരുകയും ചെയ്താലും ആകാശത്ത് പറക്കുന്ന ഈ വിമാനത്തിലിരുന്ന് അമേരിക്കൻ നേതൃത്വത്തിന് മിസൈലുകൾ വിക്ഷേപിക്കാൻ ഉത്തരവിടാൻ സാധിക്കും. ശത്രുരാജ്യം ആക്രമിച്ചാൽ തിരിച്ചടി ഉറപ്പാണെന്ന് ബോധ്യപ്പെടുന്ന ന്യൂക്ലിയർ ഡിറ്ററൻസ് തന്ത്രത്തിന്റെ ഭാഗമാണ് ഇത്. വിക്ഷേപണ ഉത്തരവ് ലഭിച്ചാൽ നിമിഷങ്ങൾക്കുള്ളിൽ മിസൈൽ അന്തരീക്ഷത്തിന്റെ മുകളിലത്തെ പാളികളിലേക്ക് കുതിക്കും. ബഹിരാകാശത്തിന് തൊട്ടടുത്തിയ ശേഷം ശത്രുരാജ്യത്തിന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് ഇത് അതിവേഗം താഴേക്ക് പതിക്കുന്നു. 30 മിനിറ്റിൽ താഴെ സമയം കൊണ്ട് ലക്ഷ്യസ്ഥാനത്തെത്താൻ കഴിയുമെന്നതിനാൽ തന്നെ പ്രതിരോധിക്കാൻ ശത്രുരാജ്യത്തിന് സമയം ലഭിക്കണമെന്നില്ല. ഇതിന്റെ സ്ഫോടനം ഒരു നഗരത്തെ മുഴുവൻ നിമിഷങ്ങൾക്കുള്ളിൽ ഇല്ലാതാക്കാൻ ശേഷിയുള്ളതാണ്. ആണവ സ്ഫോടനങ്ങൾ ഉണ്ടായാൽ വായുവിലേക്ക് ഉയരുന്ന കരിയും പുകയും സൂര്യപ്രകാശത്തെ തടയുകയും ഭൂമിയിൽ അതിശൈത്യം ഉണ്ടാക്കുകയും ചെയ്യും. ഇതിനെയാണ് ന്യൂക്ലിയർ വിന്റർ എന്ന് വിളിക്കുന്നത്. ഇത് കൃഷി നശിപ്പിക്കാനും കോടിക്കണക്കിന് ആളുകളെ പട്ടിണിയിലേക്ക് തള്ളിയിടാനും കാരണമായേക്കാം. 1970-കൾ മുതൽ സേവനത്തിലുള്ള മിനിറ്റ്മാൻ 3 മിസൈലുകൾ 2030-ഓടെ മാറ്റേണ്ടതായിരുന്നു. എന്നാൽ പുതിയ മിസൈലുകളുടെ നിർമ്മാണത്തിലെ കാലതാമസം കാരണം 2050 വരെ ഇവ ഉപയോഗിക്കാൻ അമേരിക്ക ആലോചിക്കുകയായിരുന്നു. ലോകം സംഘർഷഭരിതമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരം ഓരോ പരീക്ഷണങ്ങളും അതീവ പ്രാധാന്യത്തോടെയാണ് ലോകം വീക്ഷിക്കുന്നത്. നിലവിൽ മിഡിൽ ഈസ്റ്റ് സംഘർഷവുമായി ഈ പരീക്ഷണത്തിന് ബന്ധമില്ല എന്ന് US പ്രസ്താവിച്ചു. എങ്കിലും ഇറാനുമായുള്ള യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരമൊരു പരീക്ഷണം നടത്തിയത് ലോകരാജ്യങ്ങൾക്കിടയിൽ വലിയ പ്രാധാന്യത്തോടെയാണ് ചർച്ചയാകുന്നത്. അമേരിക്കയുടെ ആണവ സന്നദ്ധതയുടെ നിലവാരം പരിശോധിക്കാനും മിസൈൽ സംവിധാനത്തിന്റെ വിവിധ ഭാഗങ്ങളുടെ പ്രവർത്തനം വിലയിരുത്താനും ഈ പരീക്ഷണം സഹായിച്ചുവെന്ന് വിക്ഷേപണത്തിന് നേതൃത്വം നൽകിയ ലഫ്റ്റനന്റ് കേണൽ കാരി റേ പറഞ്ഞിരിക്കുകയാണ്. US എയർഫോഴ്സ് ഗ്ലോബൽ സ്ട്രൈക്ക് കമാൻഡാണ് ഈ ഒരു മിസൈൽ വിക്ഷേപിച്ചിരിക്കുന്നത്. പരീക്ഷണ ഘട്ടത്തിൽ പസഫിക് സമുദ്രത്തിലെ മാർഷൽ ഐലൻഡിന് സമീപമുള്ള ലക്ഷ്യസ്ഥാനത്ത് ഈ മിസൈൽ പതിച്ചിട്ടുണ്ട്. ഇന്നും ലോകത്തിലെ ഏറ്റവും കൃത്യതയുള്ളതും വിനാശകാരിയുമായ ആയുധമായാണ് ഇത് അറിയപ്പെടുന്നത്. മനുഷ്യരാശിയുടെ അന്ത്യത്തിന് കാരണമായേക്കാവുന്ന പ്രഹരശേഷിയുള്ളതിനാലാണ് ഇതിനെ ലോകാവസാന മിസൈൽ എന്ന് വിളിക്കുന്നത്.